ഹായ് നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതും ഈ ഒരു വാർത്ത തന്നെയായിരിക്കും. ഞാൻ ഇന്ന് ഈ ഒരു വാർത്തയുടെ റിയാക്ഷൻ ചെയ്യുന്നത് ഈ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഒരുത്തന്, അതായത് സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുന്ന ഒരു ഊള. ഇവൻ്റെ ഈ ഒരു ടൈറ്റിൽ നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഈ കാണുന്നതാണ് ടൈറ്റിൽ. ഇതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്നൊരു വാർത്ത ചെയ്യുന്നത്. കാരണം നമ്മൾ ഓരോ ഇന്ത്യക്കാരനെയും സംബന്ധിച്ചിടത്തോളം ഓരോ ഇന്ത്യൻ പൗരൻ്റെയും ജീവന് അത്രത്തോളം പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ട്. ഓരോ ഇന്ത്യക്കാരൻ്റെയും. നമ്മളിപ്പോൾ പുൽവാമയിൽ മരണപ്പെട്ട 44 ആർമി ഉദ്യോഗസ്ഥരെ കുറിച്ചിട്ടൊന്നും ഇവിടെ ആരും ഇപ്പോൾ ചർച്ച ചെയ്യത്തില്ല. എന്താണേലും പുതിയ പുതിയ വാർത്തകൾ വരുമ്പോൾ അതിനെക്കുറിച്ചിട്ടായിരിക്കും നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്. ഇന്ത്യയിൽ മരിച്ചു വീഴുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ പശുവിൻ്റെ പേരിലും വിശ്വാസത്തിൻ്റെ പേരിലും ഒക്കെ കൊന്നൊടുക്കുന്നവരെ കുറിച്ചിട്ടൊന്നും ചർച്ച ചെയ്യാൻ ഈ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഊള വരാറില്ല, ഇവൻ്റെ ചാനലിൽ കാണാറുമില്ല. ഖത്തറിൽ രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെട്ട 8 ആൾക്കാർ, 8 മുൻ നാവിക ഉദ്യോഗസ്ഥർ, അതിലൊരു മലയാളി അടക്കം ഉൾപ്പെടുന്നുണ്ട്. ഈ 8 പേരെയും ഖത്തർ ഇപ്പം വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു. സന്തോഷം, കാരണം നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം. ഓരോ ഇന്ത്യക്കാരനും അവൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് അത് നമുക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ തന്നെ. അതായത് ഏത് ഭരണകൂടത്തിൻ്റെ കീഴിലാണെങ്കിൽ പോലും അവരുടെ നിരന്തരമായിട്ടുള്ള ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകുന്നത്. കാരണം ഈ 8 പേരും നടത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാണ് ഇവർ പ്രതിയാക്കിയത്. കാരണം ഖത്തറിൻ്റെ വളരെ പ്രധാനപ്പെട്ട അവരുടെ മുങ്ങിക്കപ്പലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില രഹസ്യങ്ങൾ ശത്രു രാജ്യമായിട്ടുള്ള ഇസ്രയേലിന് ചോർത്തി കൊടുത്തു. അതിൻ്റെ പേരിലായിരുന്നു ഈ 8 പേർക്കും അവിടുത്തെ കോടതി വധശിക്ഷ വിധിച്ചത്. എന്നാൽ നിരന്തരമായിട്ടുള്ള ഇന്ത്യയുടെ ഇടപെടൽ മൂലം വധശിക്ഷ മാറ്റിക്കൊണ്ട് പിന്നീട് അവരെ ജയിൽ ജീവിതമാണ് കോടതി. എന്നാൽ പിന്നീടും ഇന്ത്യയുടെ ശക്തമായിട്ടുള്ളൊരു ഇടപെടൽ മൂലം ഈ പറയുന്ന 8 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു. അതിൽ 7 പേര് ഇപ്പം ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു. സ്വാഗതാർഹം അവരെത്തിയിരിക്കുന്നു. അതിലൊരാളും കൂടെ വരും ദിവസങ്ങളിൽ തന്നെ എത്തും. അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഈ ഒരു ഊള ആ രാജ്യത്തെ, അതായത് അത്തരം വലിയൊരു ആ രാജ്യം സ്വീകരിച്ച ആ ഒരു നിലപാടിനെ പ്രശംസിക്കുന്നതിന് പകരം ആ രാജ്യത്തെ അമീർ അല്ലെങ്കിൽ ആ രാജ്യം പേടിച്ച് തലകുനിച്ച് മുട്ടുകുത്തി മൂത്രമൊഴിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വാർത്തകളുമായിട്ട് വരുന്ന ഇതുപോലുള്ള നാറിയവന്മാരെയൊക്കെ ഇതിനൊന്ന് പൊളിച്ചടിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണ് ഇന്ത്യക്കാരനാന്ന് പറഞ്ഞ് ജീവിക്കുന്നത്? അപ്പോൾ ഇവന് സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുകയും അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ നേട്ടങ്ങൾ എടുത്തു കാണിക്കുക, സംഘപരിവാറിൻ്റെ കോട്ടങ്ങളും കൂടെ ഒന്ന് പറയണം. നമുക്ക് ഈ പറഞ്ഞ ഈ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഈ ഊളയുടെ ആ ഒരു വാർത്ത നമുക്കൊന്ന് കേട്ടു നോക്കാം, എന്താണ് ഇവൻ പറയുന്നത് എന്നുള്ളത്. പണ്ടത്തെ ഇന്ത്യയല്ല പുതിയ ഭാരതമെന്ന് ലോകത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ, ദേശീയ മാധ്യമങ്ങളിലൂടെ. ഇന്നത്തെ പ്രഭാതം എന്ന് പറയുന്നത് ഏതൊരു ഭാരതീയനെ സംബന്ധിച്ചും വളരെയേറെ സന്തോഷം നൽകുന്നത് തന്നെയാണ്. നമുക്കൊക്കെ തന്നെ അറിയാം, ഖത്തർ നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള 8 ഉദ്യോഗസ്ഥർക്കെതിരെ വധശിക്ഷ വിധിച്ചിരുന്നു. ആ വധശിക്ഷ റദ്ദ് ചെയ്തു. അവരെ നിരുപാധികം വിട്ടയച്ചുകൊണ്ട് അവരൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തേക്ക് എത്തിയിരിക്കുന്നു. ഈ ഒരു വിഷയത്തെ ഔദ്യോഗികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നയതന്ത്ര വിജയം തന്നെയാണ്. നമ്മുടെ രാജ്യവും ഖത്തറും നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇനി അനൗദ്യോഗികമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഖത്തർ എന്ന രാജ്യത്തിന് നമ്മുടെ ഭാരതവുമായിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോവണമെന്നായിരുന്നെങ്കിൽ അവരൊരിക്കലും തന്നെ നമ്മുടെ മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് ലോകത്തിന് മുന്നിൽ നമ്മുടെ ഭാരതത്തെ നാണം കെടുത്താൻ ശ്രമിക്കില്ലായിരുന്നു. പക്ഷെ ഈ ഒരു വാർത്ത, ഇന്നത്തെ വാർത്ത വന്നതോടുകൂടിയിട്ട് അവരുദ്ദേശിച്ചതിനേക്കാൾ 10 മടങ്ങ് ഭാരതത്തിന് മുന്നിൽ ഖത്തർ മുട്ടുമടക്കിയതായിട്ട് തന്നെ സുബോധമുള്ള ആളുകൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. ഒക്കെ തന്നെ അറിയാം, ഖത്തർ ഈ പാലസ്തീൻ വിഷയത്തിലൊക്കെ തന്നെ ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയൊക്കെ ചർച്ചക്കൊക്കെ നിന്ന് ഈ അമേരിക്കയ്ക്കും ഇസ്രായേലിനെതിരെയൊക്കെ കളിച്ചതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിനെതിരെയും കളിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ അവരൊന്ന് 4 ചോദ്യങ്ങൾ നേരെ അങ്ങ് ചോദിച്ച സമയം മുതൽ ഖത്തർ അടിപതറി മുന്നോട്ട് പോകുന്നതും നമ്മൾ ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ ഖത്തറുമായിട്ടുള്ള വിഷയത്തിൽ നമ്മുടെ ഭാരതം
ഒരുങ്ങുന്നു എന്ന സന്ദേശമാണ് പിന്നെ ഖത്തർ കണ്ടോണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഉപാധികളുമില്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള 8 ഉദ്യോഗസ്ഥന്മാരെയും നിരുപാധികം അങ്ങ് വിട്ടയച്ചു. നമ്മൾ വധശിക്ഷ വിധിച്ച സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേ ഞാൻ ഓർത്തു വെച്ചിട്ടുള്ള കുറച്ച് കമൻറ്റുകളുണ്ട്. ആ ഒരു ഖത്തർ വധശിക്ഷ വിധിച്ചതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നമ്മുടെ ഭാരതത്തിൻ്റെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ നെറുകയിലേക്ക് നിൽക്കുന്നവർ തന്നെയാണ്. അവരുടെ വിശ്വാസത്തിൽ നമ്മൾ അന്ന് ശക്തമായിട്ട് പറഞ്ഞിരുന്നു ഇതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന്. ആ ഉദാഹരണമായിട്ട് ഇവിടെ കൊടുക്കാം. ആദ്യത്തെ കമൻ്റാണ്, ചെലക്കാണ്ട് പോടോ, വ്യക്തമായ ചാരപ്രവർത്തനം നടന്നാൽ തല പോകണം, അതാണ് നീതി. ഈ വൃത്തികെട്ടവനെ പോലെയുള്ളവരൊക്കെ നമ്മുടെ രാജ്യത്തെ ഉണ്ടാവും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഉണ്ടാവും. നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാവുമോ തങ്ങളുടെ കൂട്ടത്തിലുള്ള കൂടപ്പിറപ്പിന്, അതും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ഗോൾഡൻ ഏജ് പോലും രാജ്യസുരക്ഷയ്ക്ക് ചെലവഴിച്ചിട്ടുള്ള ആളുകളെ മറ്റൊരു രാജ്യം വധശിക്ഷയ്ക്ക് വിധിച്ചാൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലേ ഉണ്ടാവും. ഇമാതിരി വൃത്തികെട്ടവന്മാർ ഇവരൊക്കെ തന്നെ ആ കമൻ്റ് ഇട്ട സമയം മുതൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇവർക്കൊക്കെ മറുപടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവൻ്റെ ഈ ഒരു വീഡിയോ ഇന്നെടുത്ത് ചെയ്യാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുൽവാമ അക്രമത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇവിടെ ഓരോ ഇന്ത്യൻ പൗരൻ്റെയും സുരക്ഷിതത്തിന് വേണ്ടി അതിർത്തികളിൽ കാവൽ കിടക്കുന്ന, മഞ്ഞും മഴയും കൊണ്ട് കാവൽ കിടക്കുന്ന നമ്മുടെ ആർമീനെ 44 പേരെ കൊന്നുകളഞ്ഞ സംഭവം അറിയാം. അതിനെക്കുറിച്ചിട്ടൊന്നും ഒരു വീഡിയോ ചെയ്യാൻ പോലും കഴിവില്ലാത്ത, കഴിവുകെട്ട, ഇതുപോലത്തെ സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുന്ന വൃത്തികെട്ട ഒരുത്തനാണ് ഈ പറയുന്ന ഫസൽ കാരാട്ട് എന്ന് പറഞ്ഞ ഈ റൂള. കാരണം ഓരോ രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള നിയമവ്യവസ്ഥകളുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യം പോലുള്ള മറ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ വളരെ ശക്തമായ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണെങ്കിൽ അത് നടപ്പാക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇങ്ങനൊരു കുറ്റകൃത്യമാണ് നടന്നിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ ആൾക്കാരെ അവർ വിട്ടുകൊടുക്കുമായിരുന്നു? ഒരിക്കലും വിട്ടുകൊടുക്കില്ല. അപ്പോൾ അത് ആ രാജ്യം നമ്മളോട് കാണിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യക്കാരോട് കാണിച്ചിരിക്കുന്ന വലിയൊരു ആദരവ് തന്നെയാണ് എന്നാണ് എനിക്ക് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അല്ലാതെ ഇതൊരു വലിയൊരു ഭരണ നേട്ടമാണെന്നോ, അല്ലെങ്കിൽ ഇത് ഇവരുടെ ഇടപെടൽ കൊണ്ട് അവരങ്ങ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഭയന്നിട്ട് എടുത്തിട്ട് മറിച്ച് കൊടുത്തതാണോ എന്നൊന്നും എനിക്കിതിനോട് അഭിപ്രായമൊന്നുമില്ല. എന്താണെങ്കിലും ഓരോ ഇന്ത്യക്കാരൻ എന്ന നിലയിലും സ്വാഗതാർഹമായിട്ടുള്ള ആ ഒരു നിലപാടാണ് ഖത്തർ കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഖത്തറിനെ നമുക്ക് പ്രശംസിക്കാതിരിക്കാനും സാധിക്കത്തില്ല. അപ്പം ഇതുപോലുള്ള വാർത്തകൾ വരുമ്പോഴത്തേക്ക് ഈ ഇന്ത്യയിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ പൗരനെയും ഓരോ മുക്കിലും മൂലയിലും കൊന്നൊടുക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെ മിണ്ടാൻ മടിക്കുന്ന ഇവനൊക്കെ ആ ഖത്തർ ഇതുപോലെ ഒരു വിശാലമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചപ്പോഴത്തേക്ക് ഖത്തർ മുട്ടുമടക്കി, ഖത്തർ തുണി അഴിച്ചുകൊണ്ട് ഓടി എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം വിനീസ്റ്റ്.